നടക്കാൻ പറ്റാത്ത അമ്മയാണ്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന്. ആ അമ്മയാണ് താണ്ട ഈ നടക്കുന്നത്. എന്താ ഇപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ? സന്തോഷം? അയ്യോ, എനിക്ക് വളരെ വളരെ സന്തോഷം. നല്ല മാറ്റമുണ്ട്. ഫേസിൽ തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ തലയുടെ കുറച്ച് സ്ട്രെസ് ഒക്കെ ഒരു ഭാരം പോലൊക്കെ ഉള്ളതൊക്കെ മാറി. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും മാറിയിട്ടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ വീഡിയോ കണ്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു. ഡോക്ടർ എങ്ങനെയുണ്ട് ചേട്ടാ വന്നിട്ട്? എനിക്ക് പിന്നെ വ്യത്യാസമുണ്ട്. പിന്നെ നേരത്തെ പടിലെല്ലാം ഇങ്ങനെ തിരിക്കാൻ പാടായിരുന്നു. ഇപ്പോൾ തിരിക്കാം. ഈ ഭാഗത്ത് അത് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ മാറുള്ളൂ. ഇത്രയും പ്രശ്നമുള്ള നടക്കാൻ വയ്യാത്തൊരമ്മ, പുള്ളിക്കാരുടെ സന്തോഷമാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും അമ്മയുടെ ആ സന്തോഷത്തിന് എല്ലാവരും പങ്കുചേരുകയാണ് കേട്ടോ അമ്മേ. തീർച്ചയായും മുറിക്കട്ടെ. എന്നാൽ അമ്മ തന്നെ മുറിക്കാം. അമ്മയെ മുറിക്കട്ടെ, ഞാനല്ല. ഞങ്ങളല്ലേ കാരണക്കാർ മാത്രം. എല്ലാവരും കൈയടിച്ചേ. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. രണ്ടാമത്തെ തൊട്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഈ നിൽക്കുന്ന അമ്മ ഇപ്പം ഒരുപാട് പേരെ ടെസ്റ്റ് മോണിൽ അവരുടെ അനുഭവസ്ഥിതി നമുക്കറിയാൻ പറ്റും. അമ്മയുടെ പേരെന്തുവാ? ശ്യാമളമ്മ. ശ്യാമളമ്മയുടെ സാറേ, ശ്യാമളമ്മയുടെ അവസ്ഥ എന്തുവാ? ശ്യാമളയുടെ അവസ്ഥ എന്താ? വന്നപ്പം ഞാൻ പിടിച്ച് എന്നെ താങ്ങി നടന്നേ. കാരണം പുള്ളിക്കാരുടെയും വലത് മുട്ട് 8 പൊട്ടി നേരത്തെ കമ്പിയൊക്കെ ഇട്ടിരുന്ന. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ വിശ്രമിച്ചൊക്കെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാതിരിക്കാൻ പിന്നെയും പെയിനുണ്ട്, ഭയങ്കര പെയിനുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഒരു യാത്രയിലൂടെ പിന്നെ അതെല്ലാം വലിഞ്ഞ് പിന്നെ പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യാതായി, കരച്ചിലായിട്ടും വീട്ടിൽ ബഹളമായിട്ട്. കാരണം ഒരു കാര്യം ചെയ്യാൻ പറ്റും, സ്വന്തം കാര്യം പോലും ചെയ്യാനൊക്കാത്ത രീതിയിൽ സങ്കടകരമായ തൃശ്ശൂർ അമ്മയുടെ വീട്. നമ്മളെ വിശ്വസിച്ച അമ്മ വന്നു. ഇന്നിപ്പോൾ അമ്മ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ പിടിച്ചോണ്ട് നടക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടു. അതെന്തായാലും ആ വീഡിയോ ഇതിനകത്ത് കാണിക്കാം. അത് കാണുമ്പോഴാണ്. കാരണം അന്ന് ഞാൻ പിടിച്ചോണ്ട് നടന്നത്. കാരണം എന്നെ താങ്ങി നടന്നേ. അത് 2 കൈയും പിടിച്ച അമ്മ വന്നേ. ഒറ്റയ്ക്ക് ഈ ചില ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി നടക്കാൻ പറ്റത്തില്ലെന്ന്? അമ്മ വിചാരിച്ചു നടക്കുമെന്ന്? അയ്യോ, ഇവിടെ വന്നതിന് ശേഷം ഞാൻ എത്രയോ ഉഷാറായി. നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. ഇപ്പൊ എങ്ങനെ? ഇപ്പൊ നടക്കും? ഒന്ന് നടന്നു കാണിക്കോ? പിന്നെന്താ, ഈസി ആയിട്ട് നടക്കാം. അയ്യോ, നടക്കാൻ പറ്റാത്ത അമ്മയാണ്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന്. ആ അമ്മയാണ് താണ്ട ഈ നടക്കുന്നത്. എന്താ ഇപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ? സന്തോഷം? അയ്യോ, എനിക്ക് വളരെ വളരെ സന്തോഷം. നല്ല ഡോക്ടർമാരും നല്ല ചികിത്സയും ആ ഉഴിച്ചിലൊക്കെ എന്തൊരു സൂപ്പറാ. അത് പിന്നെ 3 ദിവസം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എത്ര ദിവസം കൊണ്ട് നമ്മുടെ ഈ പ്രശ്നം ഇപ്പൊ മാറിയത്? ഇപ്പൊ അത് എനിക്ക് 13 ദിവസമായി ഉഴിച്ചിൽ തുടങ്ങിയിട്ട്. 13 ദിവസം മുമ്പ്? 14 ദിവസം. 14 ദിവസം കൊണ്ടാണ് ഈ പ്രശ്നം നമ്മുടെ മാറിയത്. ആഷിഫ, എനിക്ക് സൈനസിന്റെ പ്രശ്നമായിട്ട് വന്നതാണ്. വന്നപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ പറയുന്നതിനെക്കാട്ടി ഉപരി ആഷിഫ തന്നെ, ആഷിഫയുടെ എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ പറയത്തില്ല. ആഷിഫ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ കാര്യം മാത്രം ആഷിഫ പറഞ്ഞാൽ മതി. അത് നല്ലതായാലും ചീത്തയായാലും എന്തായാലും ആഷിഫന്റെ അഭിപ്രായമാണ് എനിക്കും അറിയേണ്ടുന്നത്. അല്ലാണ്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളല്ല എനിക്ക് അറിയേണ്ടുന്നത്. ഇപ്പം നല്ല മാറ്റമുണ്ട്. ഫേസിൽ തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ തലയുടെ കുറച്ച് സ്ട്രെസ് ഒക്കെ ഒരു ഭാരം പോലൊക്കെ ഉള്ളതൊക്കെ മാറി. സൈനസിന്റെ പ്രശ്നം എത്ര ശതമാനം മാറിക്കാണും? ഒരു 80% മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ. വീഡിയോ ഇടുമ്പോഴേ ചില ആൾക്കാർ വീഡിയോക്കകത്ത് പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നില്ലേ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ? അല്ല. ഓക്കെ, ഞങ്ങള് അമ്മയുടെ ഈ അവസ്ഥ, സന്തോഷമായ അവസ്ഥയ്ക്ക് ഒരു കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കാൻ പോവാണ്. ഇതൊരു സന്ദേശമാണ്. ആരോഗ്യം കിട്ടി നമ്മൾ കേക്ക് മുറിക്കും, ഇല്ലേ അമ്മേ? ഇത്രയും പ്രശ്നമുള്ള നടക്കാൻ വയ്യാത്തൊരമ്മ, പുള്ളിക്കാരുടെ സന്തോഷമാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും അമ്മയുടെ ആ സന്തോഷത്തിന് എല്ലാവരും പങ്കുചേരുകയാണ് കേട്ടോ അമ്മേ. തീർച്ചയായും മുറിക്കട്ടെ. എന്നാൽ അമ്മ തന്നെ മുറിക്കാം. അമ്മയെ മുറിക്കട്ടെ, ഞാനല്ല. ഞങ്ങളല്ലേ കാരണക്കാർ മാത്രം. എല്ലാവരും കൈയടിച്ചേ. ഇത് വിഷമിക്കണ്ട. മുറി എന്നാ കഴിച്ചു. ബാക്കി എല്ലാവരും മുറിച്ചെടുക്കാം കേട്ടോ. എൻ്റെ വീട് മണിമല. ഇപ്പം ഇവിടെ വന്നിട്ട് നല്ല മാറ്റമുണ്ട്. മറ്റേ നടുവേദന, കാലൊക്കെ എഴുന്നേക്കാനോ ഒന്നും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉറക്കമില്ലായിരുന്നു, ഇപ്പം നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്. സന്തോഷം. ഉണ്ട്. ഒത്തിരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും മാറിയിട്ടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ വീഡിയോ കണ്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു. ഡോക്ടർ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടതുപോലെ 2 മിനിറ്റ് കൊണ്ട് വേദന മാറി. അങ്ങനെ മാറ്റാൻ പറ്റുമോ?
100%. ഇപ്പോൾ ഇവിടെ എത്രയോ പേഷ്യൻ്റ് ഓൾറെഡി അങ്ങനെ റിലീഫായി കിട്ടിപ്പോയി കഴിഞ്ഞു. പിന്നെ ഇംപേഷ്യൻ്റായിട്ട് കുറേ ആൾക്കാർ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അവർ തന്നെ അവരുടെ ഫീലിംഗ് പറയുന്നത് നമുക്ക് നേരത്തെ തിരിച്ചറിയാം. അപ്പം അല്ലാതൊന്നും അവർ ഒരു നാടകവും ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണം ഇപ്പം ഈ കുട്ടികളില്ലാത്ത ഒരു വല്ലാത്ത ഒരു പ്രശ്നം. അത് മാത്രമല്ല ഇമോഷണലി അവർ ഒരുപാട് ചൂഷണം ചെയ്യുന്ന അവസ്ഥകൾ ഈ മേഖലയിൽ. നമുക്ക് യാഥാർത്ഥത്തിൽ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അത് നമ്മളുടെ പാനലിൽ ആ പാനലിൻ്റെ മികവാണത്. അപ്പോൾ ഡോക്ടർ ആരതിയുണ്ട്, ഡോക്ടർ സുജിത് കുമാർ മാധവൻ എന്നെ ഹെഡ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ മൃദുലയുണ്ട്, ഡോക്ടർ അഖിലേഷ് ഉണ്ട്, അതുപോലെ ഡോക്ടർ സാൻഡ്രയുണ്ട്. ഇപ്പം സാൻഡ്രയും ആരതി ഡോക്ടർ ഇവിടെ വളരെ കാര്യമായി ആ പാനലിൻ്റെ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആളാണ്, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്, മാതാ അമൃതാനന്ദമയി ദേവിയുടെ കസിനാണ്. ഇപ്പോൾ ചേട്ടൻ. ചേച്ചി എന്തോ ആയിട്ട് ഇവിടെ വന്നായിരുന്നു? ഇഡലിക്ക് വേദനയായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുറേ സമാധാനമുണ്ട്. ഉണ്ട്. ഇവിടത്തെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കിത് ഹോസ്പിറ്റലായിട്ടല്ല, ഒരു വീട്, നമ്മളൊരു സ്വന്തം വീട് പോലെയാണ് തോന്നുന്നത്. ഇവിടുത്തെ സ്റ്റാഫ്മാരും ഇവിടുത്തെ ഡോക്ടറും എല്ലാം ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. എങ്ങനെയുണ്ട് ചേട്ടാ വന്നിട്ട്? എനിക്ക് പിന്നെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നേരത്തെ പടിലെല്ലാം ഇങ്ങനെ തിരിക്കാൻ പാടായിരുന്നു. ഇപ്പോൾ തിരിക്കാം. ഈ ഭാഗത്ത് അത് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ മാറുള്ളൂ. പിന്നെ കൈയുടെ പ്രശ്നവും ഇതൊക്കെ മാറും. പിന്നെ പ്രായം ഇപ്പോൾ 74 വയസ്സായി. അപ്പോൾ അതിൻ്റെ താമസങ്ങൾ വരും, എനിക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഇത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ വന്നതാണ്. അല്ല ഇവിടുത്തെ ഡോക്ടേഴ്സും ഇവിടെയൊക്കെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ലതാണ്, നല്ല സഹകരണമാണ്. പിന്നെ എല്ലാം കൊണ്ടും ഒരു ഹോസ്പിറ്റലും തോന്നത്തില്ല, ഒരു വീടിൻ്റെ. ഞങ്ങളുടെ ഡോക്ടറും ഞങ്ങളുടെ സുഹൃത്തും കൂടിയായി. ഡോക്ടറെ പറ്റി എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? അയ്യോ, നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും വരികയും ചെയ്യും, ഓരോ കാര്യങ്ങൾ പറയും. നമ്മുടെ ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ഡോക്ടറായിട്ട് തോന്നണില്ല, കോട്ടിടുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഡോക്ടറെന്ന് തോന്നണേ. അല്ലെങ്കിൽ ഡോക്ടറോടൊന്ന് ഞാൻ നേരിട്ട് പറഞ്ഞു. നല്ല സഹകരണമായിരുന്നു. പലർക്കും ഇവിടുന്ന് പോണം എന്നില്ല. ഞാൻ അവസാനം തമാശക്ക് ചോദിച്ചു, എൻ്റെ കൂടെ വരാൻ വല്ല പ്ലാനും ഉണ്ടോ? ഞാൻ പറഞ്ഞു വരാൻ തയ്യാറാണ്.